അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ വന്ന ഇന്ത്യൻ വ്യക്തിയോട് കേട്ടോ. നമ്മുടെ പട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണം പട്ടിയുടെ പേര്, ഇഷ്ടമുള്ള പേരിട്ടോ പറഞ്ഞു. ഞങ്ങളായിട്ട് എന്തായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് തന്നെ ശരിയാക്കാൻ ഒന്നുമില്ല ഗൈസ്. എനിക്ക് വണ്ടിയിൽ മോഡിഫൈ ചെയ്തല്ലോ. വണ്ടി മോഡിഫൈ ചെയ്തായി പിന്നെ ഒരു ഐഡിയ ഇല്ല. എനിക്ക് നമ്മുടെ ഷൂ ഒക്കെ നോക്കി. പിന്നെ വണ്ടി കേൾക്കാറ്റെന്നറിയാം. പാൻ കൊണ്ടിരിക്കണം. നമ്മുടെ മോഡിഫൈ എന്താണെന്ന് എവിടെയാണെന്നറിയോ? അതിന് മുമ്പ് നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ അവധി പണിതിട്ട കൈസ്. പക്ഷെ അന്നേരം പണിതിടാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഇത് പണിതിട്ടുകൊണ്ട് ഒന്നും നമുക്ക് ചുമതലക്കില്ല. ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ കട ഇവിടെ കണ്ടാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, കട ഇവിടെ ഇങ്ങാണ്ട. ഇവിടെ നല്ലേ, ഇവിടെ അല്ല. ഇത് തന്നെ ഷോറൂം. അപ്പം നമുക്ക് വണ്ടി ഒന്നും ജസ്റ്റ് ഡ്രിഫ്റ്റ് ഉണ്ട്. കാര്യം കറക്റ്റ് ഡ്രിഫ്റ്റ് ആയില്ല. ഇതിവിടെ ഹീറോയിലായിട്ട് ഹീറോട്ട് പാർക്ക് ചെയ്യണം കേട്ടോ. അതങ്ങ് മോഡിഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി നോക്കിയേ, വെള്ള കളർ. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും വെള്ള, ഡ്രസ്സൊക്കെ വെള്ളയൊക്കെ ആരും കാണിച്ചില്ല. മൈക്ക് ഇവിടെ, ഈ മൈക്ക് ചാടി പോയ ഡ്രസ്സ് മാറത്തുണ്ട്. വൈറ്റ് ഇത് മാറി. ഇനി തൊപ്പി നിങ്ങൾ കണ്ടൊരു മുടത്തടി. നേരെ പോവാ. നമുക്കിനി വളയ്ക്കണമെങ്കിൽ ഈവണിന്ന് പോവാം. വഴി പോയിക്കാനും മറ്റേ വഴി പോകുന്നതാണ് ഈസിയസ്. എനിക്ക് വന്നു. നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ അടുത്തൊരു ഇത് പറഞ്ഞിരുന്നു. ഇത് വണ്ടീന്നില്ലേ വണ്ടീന്ന് തൊട്ടപ്പുറത്ത് ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് ഞാൻ നോക്കില്ല അതുവരെ ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങനെ വണ്ടീനെ സ്പീഡിൽ പോകുന്നത് വണ്ടിയാണ്. നമ്മൾ അവിടെ വരെ എത്തിയിട്ട് മറ്റേ വണ്ടിയിലേക്ക് വേഗം കയറണം. ഇത് പറ്റൂടെ? നമ്മുടെ കയ്യിൽ മറ്റേ വാതിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അത് പ്രശ്നമാണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഉണ്ട്. നമ്മുടെ ഡോഗിയുടെ മിസ്സിങ് ഗൈസ്. നമ്മുടെ ഡോഗി മിസ്സിങ് ഗൈസ്. ബോയ്സ് ഡോഗി ഇവിടെ പോയി. പാളി ഡോഗി കുട്ടനോടിപ്പോയി. പാളി ഗൈസ്, നിങ്ങളെന്നാണ് പറഞ്ഞ പേര് നമ്മളെങ്ങനെയും കണ്ടുപിടിച്ചിരിക്കും. അതിനെ പിടിച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് അടി കൊടുക്കും ഗൈസ്. അടി കൊടുക്കും ഗൈസ്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. അയ്യോ പിടിച്ചെന്നെ. അവിടെ നിന്ന് വണ്ടി സീനാക്കി കറക്റ്റ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാം. ഇറങ്ങി സാറേ ഇത് നമ്മളടിച്ച കളറാട്ടെ സാർ ഒക്കെ എടുക്കണി. എൻ്റെ മുകളിലൊക്കെ അതേ വീണ്ടും കയറി തട്ടോട്ടു. സാറേ
നിങ്ങളുടെ പട്ടിക്കുട്ടിയൊന്ന് മെസ്സേജ് ചെയ്യുന്നു. പട്ടിക്കുട്ടീനെ മെസ്സേജ് അയക്കണേ, ഇവിടെയല്ല മോൻ്റെ, നീ തന്നെ തന്ന തപ്പി മതി. പട്ടിക്കുട്ടീനെ മെസ്സേജ് കഴിഞ്ഞാൽ നീ തന്നെ കണ്ടുപിടിക്കണ്ടി. ഞങ്ങൾ കള്ളമ്പരം പിടിക്കുന്ന ജോലിയാണ് ഞങ്ങൾക്ക്. ഞാൻ പട്ടിക്കുട്ടികൾ ചമ്മി എത്ര സ്ലോമോയിലാണെന്ന് ഓടാനല്ലോ അങ്ങനെ വേണം. ഞാൻ ഒരു പറയണേ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടി നമുക്കത് കണ്ടിട്ട് ചേസ് ചമ്മിയിട്ടിടുന്നു. ഈ വണ്ടി എടുക്കുന്നു. പോലീസുകാരെടുത്ത് ബൈ ബൈ പറയുന്നു. ഒയ്യോ കൊണ്ടിരിക്കരുത്. ഇപ്പം അങ്ങോട്ട് ശരിയാക്കണമെന്നുള്ളൂ. ഇപ്പം അങ്ങോട്ട് ശരിയാക്കണം. GTR പറ്റില്ലെന്ന്. വണ്ടിയുടെ പകുതികളും വീസവും അവിടെ ചില ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബിൽഡിംഗ് ഒക്കെ പോയി. ബിൽഡിങ്ങിൻ്റെ വീട് ഒരു റോബറി നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കിൻ്റെ റോബറി നടന്നു. ഒരു നിഞ്ചയുടെയും ഏതൊരു വണ്ടിയായിരുന്നു പറഞ്ഞു. യെസ്, വണ്ടിയുടെ പേര് വണ്ടി അന്നും പറഞ്ഞായിരുന്നു. നിഞ്ചയുടെ നേരത്തെ വണ്ടിയിലായിരുന്നു. ഓറഞ്ചല്ല, ഓറഞ്ച് തന്നെ. ഒയ്യോ വാതില് പോയി നമ്മുടെ. അയ്യോ ഗൈസ്, നമ്മൾ പൈസ കൊടുക്കാൻ മറന്നുപോയി. നമ്മളിപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ ആ സമയം നോക്കി ഇതിന് ശരിയാക്കത്തുണ്ട്. ആ കേസ് നമുക്ക് ഇവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് നോക്കി ഗൈസ്, ന്യൂസ് ഡേ ഗൈസ്. ഡ്രിഫ്റ്റ് അടിച്ചിട്ട ഡ്രിഫ്റ്റായില്ല, ചമ്മി. ഇപ്പോഴും ചമ്മി, വലിയ ചമ്മലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നമ്മി, ഇവിടെ ചമ്മി. എന്നാൽ ഞാൻ ആരൊക്കെയുണ്ട് ഗൈസ്. അയ്യോ വഴി തെറ്റിപ്പോയി. ഇവിടെ വളച്ചോ ഇവിടെ അല്ലേ. യെസ് യെസ് യെസ്, നമ്മൾ വണ്ടി ശരിയാക്കും. ഡോർ ശരിയാക്കും. അണ്ണ സർപ്രൈസ്. എവിടെ പോയി അണ്ണ? എവിടെ പോയി? അതേ ഹലോ അണ്ണ. അയ്യോ ചേട്ടാ, നമ്മുടെ ഈ വണ്ടിയുടെ പൈസ തരുന്നു. അത് വെറും 2 ലക്ഷം രൂപ. 2 ലക്ഷമോ? 2 ലക്ഷക്ക് വേണോ? അതെ വേണം. പെയിൻറ്റിങ്ങിന്, പിന്നെ അതിൻ്റെ ഉള്ളിലെ എൻജിൻ്റെ സ്ഥലത്ത് എന്തോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പൊടിയൊക്കെ മാറ്റാനുള്ള സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു. 2 ലക്ഷം രൂപ വേണം. ചേട്ടാ, ഒരു 2 ഡോർ സെലക്ട് തരാം. വെറും 50,000. 2 ലക്ഷം പ്ലസ് 50,000. ഞാൻ കൂട്ടണം. ഇപ്പം കൂട്ടിയ ശരിയാവില്ലേ? എന്നാ ഞാൻ ടൂറുണ്ട് ശരിയാക്കണേ വന്നേ. വരെയൊക്കെ പൈസ വന്നാലും ഞാൻ തിരക്ക് തരുള്ളൂ. പൈസയൊക്കെ തന്നേക്കണ്ണ. നമുക്ക് നീരി പോവാ. നമുക്കില്ലേ ഞാൻ വെറുതെ ഒന്ന് അടിച്ചതാ. സോറി എൻ്റെ സോറി. ഓടിക്കോ. മേസി നമ്മൾ ഓർഡർ അയ്യോ നമ്മുടെ ഡോറിന് അരച്ചിലൊക്കെ തരും. അണ്ണൻ്റെ ഈ ശിഷ്യനുണ്ട്. നീ പോ. ഇതുവരെ കയ്യേനെ ചുരുടച്ച് മാറിയിട്ടില്ല. നമ്മളെന്നെ ശരിയാക്കണോ? നമുക്കെന്നെ ശരിയാക്കി തരാം. ശിഷ്യനോട് എന്നറിയില്ല. ശിഷ്യനെ അയാൾ വിളിച്ച വണ്ടിയിൽ അത്രയുമേ നമ്പറുള്ളൂ. നമ്മുടെ പുതിയ വണ്ടി കാണിച്ചാലോ? ഒരു ടൊയോട്ട സൂപ്ര കാണിച്ചാലോ? നമുക്ക് പൈസ എടുക്കും. നമുക്കെന്നെ ശരിയാക്കി ഇയാളുടെ വീട്ടിൽ ടൊയോട്ട സൂപ്പർ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് എടുത്തു വരാം. അവിടെ കണ്ട് കാണാനൊന്നുമില്ല. നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ വണ്ടി നോക്കി ഡ്രിഫ്റ്റ് അടിച്ചു. സൂപ്പറായി അടിച്ചു. തിരിച്ചൊരു ഇത് വണ്ടി വെച്ച് സൂപ്പർ എടുത്തിട്ടുള്ള
ആ സൂപ്പറുള്ള ഫുള്ള് എനിക്ക് ഇഷ്ടമുള്ളത് കളർ പിങ്ക്. കുഴപ്പമില്ല, നമുക്ക് നേരെ ചെല്ലാം. ഇടിക്കാണ്ട് പോയത് സൂപ്പറെങ്കിലും ഇടിക്കാണ്ട് പോകണം. ഗായ്സ് ഇപ്പം എന്തിനാ വെറുതെ മൊബൈൽ എടുത്തേ എനിക്കറിയില്ല. ഓടി അല്ല ഓടി എന്ന് പറഞ്ഞ ഓടി ഓടി ഇവിടെ ഇങ്ങനെ റൺ റൺ അത് അവിടെയാണ്, ഇത് ഓടിയാണ് ഓടി അത് അവിടെയാണ് ഒട്ടാണ്. നല്ല വീട് പോയിട്ടാണ് നേരത്തെ. ഓ ഉപ്പിട്ട് ഇടിക്കാണ്ട് പോകണം സൂപ്പറെങ്കിലും. സ്ലോ മോഷൻ പോകണം ഡിസൈഡിൽ. നമ്മുടെ വണ്ടി എടുത്ത് നമ്മളിനി വേറെ ഇത് വണ്ടി എടുത്തിട്ടുണ്ടോ? സൂപ്പർ സീൻ. നമുക്ക് ഈ വണ്ടി നമുക്ക് നമ്മുടെ വീട്ടിനകത്തിട്ടാലോ? നല്ല ഇംഗ്ലീഷ് നമ്മുടെ വണ്ടീനെ മോഷണം പോകും. നമ്മുടെ ഡോഗീനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് വരെ കാര്യം. നമുക്ക് നമ്മുടെ വണ്ടിയില് നമ്മുടെ വണ്ടി നമുക്ക് നമ്മുടെ നമ്മൾ എടുത്തിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ കളർ തന്നെ ഈ വണ്ടി. നമ്മുടെ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളർ തന്നെ വണ്ടി. ഹെഡ്സെറ്റിൻ്റെ ഫുൾ പൊട്ടിയിരിക്കണം. നമ്മളിനി ഏത് വണ്ടി എടുത്തുകൊണ്ട് പോകും? ഞാൻ വെച്ചിട്ട് ഇരിക്കുമ്പോൾ മനസ്സിലായി ഒന്നും ഓർമ്മ. നമ്മുടെ ഒരു കാറുണ്ട്. ഈ കാറിൻ്റെ പേര് അറിയെങ്കിൽ അല്ല കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ല കമൻറ്റ്. ഈ വണ്ടിയുടെ പേര് അറിയെങ്കിൽ നല്ല വണ്ടിയാണ്. ഞാൻ അടിച്ചു പറ്റിയ വണ്ടി. നേരെ പോ. നമ്മുടെ മസ്താങ്കടെ വെക്കാല്ലേ? മസ്താങ്ക് ഇടിക്കരുത്. കണ്ണാടിടിച്ച് നല്ല സ്പീഡുണ്ട്. എടുത്തപ്പോ തന്നെ മുട്ടാണ്ട് വണ്ടിയുടെ ഫ്രണ്ട് നോക്ക്. മേടിച്ചല്ലേ ഡിസൈന പുതിയ ഡിസൈനാണ്. ഡെയിലി വണ്ടിയുടെ പേര് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീം വെച്ച എനിക്കറിയാം. ടീം വെച്ചത് എനിക്കറിയാം. പക്ഷെ അതിപ്പോൾ തന്നെ ശരിക്കും കൂടെ വന്നേ നമ്മുടെ വണ്ടി എടുക്കാൻ ചീറ്റിയാണ്. നമുക്കിത് ഇത് ഉപേക്ഷിക്കണം. പാട്ടപ്പൊളി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിടാം. ഇത് നമുക്കില്ലേ എനിക്കിങ്ങനെ ചെയ്യാം. നമുക്കില്ലേ ഞങ്ങളില്ലേ ബോധത്തിന് എണീക്കുമ്പോൾ നമ്മുടെ അയാളുടെ വീട്ടിൽ ഈ വണ്ടി മാത്രം കണ്ടുമതി. നമ്മൾക്ക് 2 ലക്ഷം രൂപ ഒരു വണ്ടി എടുക്കാൻ റെഡിയാണെങ്കിൽ മാത്രം. അവർക്ക് ഒരു സാധനമുണ്ട്. പക്ഷെ അവർ ചിലപ്പോ വേറെ ഡോർ വെച്ചിട്ട് നമുക്ക് വേറെ ഇതിന് സ്റ്റോപ്പ് തപ്പാ. വേറെ ശരിയാക്കുന്ന സ്റ്റോപ്പാണ്. എത്ര ഫ്രണ്ട് അടിച്ചിട്ട് ഫ്രണ്ട് പോയിട്ടില്ല. ശരിയല്ലേ? അടുത്തൊരു ചേച്ചി എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ ഇവിടെ അടുത്തൊരു കടയുണ്ട്. അതെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അവർ നമുക്ക് ഒരു എക്സ്ട്രാ 1 ലക്ഷം രൂപ തരും. മണമണി കൂടി 1 ലക്ഷം രൂപ കൂട്ടി ഇവിടെ കണ്ടല്ലേ? ഇവിടെ കണ്ട് സ്റ്റെയർ ചെയ്ത് കാണാം. വണ്ടി സ്റ്റെയർ ആയിട്ട് കൊണ്ടുവരണം. ഇത് തന്നെയല്ലേ? അത് വലിയ ഷോറൂം അതൊന്നുമില്ല. വെറുതെ
ഓ ബുദ്ധി ഇവിടെ ഇവിടെ സാധനം ഇവിടെ ഇവിടെ പറിക്കുന്നത് അയ്യേ എവിടെ സ്റ്റെപ്പ് എവിടെ ഇവിടെ നമ്മളൊരു ഉള്ളിലേക്ക് പോവോ എങ്ങനെ ഇരിക്കണ് അതിന് ഉള്ളിലേക്ക് പോയി തന്നെ കാണുന്നു. ഓ ഗൈസ് നമ്മുടെ സ്റ്റെയർസ് ഇവിടെ ഒന്ന് ഹെൽത്ത് പറയണില്ല. ഹെൽത്ത് പറഞ്ഞു ഗൈസ്. നമ്മള് ഗോസ്റ്റാണ്. കിച്ചൺ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. വരുമ്പോ കാണാം. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നേ. പവർ ഉണ്ട് ഇതിലൊക്കെ. അറ്റാക്ക് 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 ഇങ്ങോട്ട്. അറ്റാക്ക്. ഓ ടളപടക്കണ്ട് പൊട്ടി. ആ ഓ ഗൈസ് ആ വീണ്ടും പിനാക്കി. അല്ല സോറി അല്ല ഇല്ലുമിനാറ്റാണ്. നമ്മളെ ഇല്ലുമിനാക്കില്ല. ചത്തില്ലേ ചത്തില്ലേ വണ്ടർ ലെവൽ റേറ്റ്. യെസ് നമ്മളങ്ങനെ അടിച്ച് നിൽക്കുമ്പോഴാണ് വിളിക്കേണ്ടത്. വണ്ടി ശരിയെന്ന് പറഞ്ഞ് നമുക്ക് നേരെ പോയി നോക്കാം. ഇതെങ്ങനെ ഇവിടെ പെടച്ച് കയറണ ഫ്രാങ്ക്ലിൻ അത് തീരെ ഫ്രാങ്ക്ലിൻ എപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ കസിൻ ചെന്നപ്പോൾ GTA കളിക്കാം. സോ അതിൽ ചേട്ടന്മാരുണ്ട്, ഫ്രാങ്ക്ലിൻ ഉണ്ട്, മൈക്കിളുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ വണ്ടിയല്ല ശരിയാണ് പറയാറുണ്ട്. നമ്മുടെ വണ്ടി ഒരു 5 മിനിറ്റ് ഇപ്പം എത്ര മണി കസേര ശരിയാക്കിയിട്ട് 2 മിനിറ്റേ ശരിക്കും 1,00,000 പോയി. അത് പറഞ്ഞില്ല വണ്ടി ഇനി ശരിക്കും തന്നെ പൈസ എടുക്കണ്ട എസ്കേപ്പ്. ഓ ഇപ്പോൾ ശരിയാക്കി കൂടെ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ തന്നെ ഇടിച്ചാലേ നമ്മൾ വാതിൽ പൊട്ടിയില്ലേ പൊന്നിൽ പുറത്തേക്ക് അല്ലേ പൊട്ടി അടിക്കാണ്ട് പോകണം പ്ലീസ്. സ്റ്റോക്ക് കേട്ട അല്ലെങ്കിൽ ബാക്ക് പൊളിയും. പ്ലീസ് എൻ്റെ സൈക്കിളുടെ ഒരു വീഡിയോ ഇപ്പൊ പൊളിഞ്ഞില്ലേ കുഴപ്പമില്ല എനിക്ക് സീനില്ല ഞാൻ തന്നെ ശരിയാക്കോളാം. ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം എനിക്ക് ഇഷ്ടമല്ല പാട്ടുണ്ട് പൊട്ടായിട്ട് പറഞ്ഞു. ഓ സീൻ എനിക്കില്ല പിടിച്ച് പറഞ്ഞു ഇപ്പോഴും ശരിയാക്കുള്ളൂ 2 മിനിറ്റിന്. ഒന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് ഗേൾസ് മോഷണം വണ്ടി മോഷണോണ്ടല്ലേ നമ്മുടെ വണ്ടിയല്ലേ പോയി. പോയില്ലേ ഇല്ല നമ്മുടെ വേറെ വണ്ടിയുണ്ട്. ഞാൻ ചുമ്മാ കൂടെ ഉണ്ടോ നമ്മുടെ ഇതൊക്കെ ശരിയാക്കുക. നമ്മുടെ ഇത് വണ്ടി മറ്റേ വണ്ടി സൂപ്പറല്ല മറ്റേ ഇത് ക്രോസൊക്കെ ചെഞ്ചാ നമ്മളൊന്നും മോഷ്ടിച്ചത്. കേസ് വണ്ടി പോലീസ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ്. നമ്മളെന്താ ചെയ്യും കേസ്? ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായ ഞാൻ വെറുതെ പറഞ്ഞ അയ്യോ നമ്മുടെ വണ്ടി പോലീസ് കൊണ്ടുപോയി ഇപ്പോൾ കേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. കേസ് എന്താ ഞാൻ വണ്ടി എടുത്തുന്നതെന്നറിയോ? കേസ് അവിടെ ആവശ്യമില്ല. വണ്ടി എടുത്തുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടി മോഡിഫൈഡ് ആണ്. ഇതെന്താ വെച്ചാൽ കേരളമാണ്. കേരളത്തിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവരാൻ പാടില്ല. കേരള ബുഗാട്ടി ഉണ്ട്, ഇന്ത്യയിലെ ബുഗാട്ടി ഉണ്ട്. അയ്യോ സോറി സാറേ ഇന്ത്യൻ്റെ വണ്ടി എടുത്തു വന്ന് വീണ്ടും കയറണ്. സാർ എന്നിട്ട് എൻ്റെ വണ്ടി എടുത്താ സാറേ 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 ഉറങ്ങല്ലേ സാറേ? സാറേ എന്നിട്ട് എൻ്റെ വണ്ടി എടുത്തേ. അതല്ലേ അത് നീ വണ്ടി ഫുള്ള് സ്പീഡിൽ നമ്മൾ റൈഡറിനൊക്കെ പറഞ്ഞ് ഓടിക്കണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അത്ര സ്പീഡ് ഇവിടെ പാടില്ല. അതുകൊണ്ടാണ് വണ്ടി എടുത്തിട്ട് വന്നത്. ഓക്കെ സാർ സോറി ഞാൻ അങ്ങനെ ഓടിക്കില്ല. അപ്പോൾ എത്ര രൂപയാണ് ഫൈൻ? വെറും 1000 രൂപ ഫൈൻ. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ തന്നെ തരാം. ഇപ്പം തന്നെ തരാം. ഓക്കെ ഇപ്പം തന്നെ തരാം ഗൈസ്. നമുക്ക് കൊടുക്കാം ഗൈസ്. നമ്മൾ വേറെ സാധനം കൊടുക്കാൻ പോണേ. 1000 രൂപ പിടിച്ചോ
1,000 രൂപ, 1000 അല്ല 1000 രൂപയില്ല, 1000 രൂപയില്ല. 1 കോടി, എന്നാ പിടിച്ചോ, എന്നാ 2000, പിടിച്ചോ. 2000 അല്ല 4000 ഉള്ളൂ. 3000 അല്ല അല്ല 4 5 5000, 5000. ആരോടെ 5000 പിടിച്ചതാ? ആരോടെ 5000 പിടിപ്പിച്ചാ? 5000, 5000 ഇവനൊരെണ്ണം, നിനക്കൊരെണ്ണം. ജയിലിൽ കിടക്കാൻ പാവൻ, പാവം നമ്മളെ പോയി കിടക്കുന്ന അവന് കൊടുക്കണ്ട. നിനക്കൊന്ന്, അയ്യോ നിനക്കൊന്ന്, അത് നിനക്ക് 2 പോലീസിന് 2 നിനക്ക് 2 നമുക്ക് ഗൈസ് നോക്കിയേ, ഇച്ചിരിയുടെ വലിയ മുമ്പ്. ഇനി പൊട്ടിക്ക് സ്ലോ മോഷൻ നടന്നോ? പൊട്ടിച്ചിട്ട് സ്ലോ മോഷൻ നടന്നോ? ഇങ്ങനെ കാണിച്ചില്ല. ഹാർട്ടൊക്കെ പോയില്ലേ? എല്ലാരും ഗൈസ് ഇവിടുന്ന് ആൾക്കാർ എല്ലാരും ചത്ത് ഗൈസ്. ഇറ്റ് ഈസ് മീ. എൻ്റെ വണ്ടി എടുത്താൽ ഞാൻ പിടിക്കും. ദാറ്റ് ഈസ് മീ. നമ്മളനുണ്ടാക്കി കൊടുത്ത പട്ടി ഷോ കളിക്കാം. യെസ് ഗൈസ്. ഇനി പോലീസിനെ പിടിക്കണ്ട. പക്ഷേ വേറെ പോലീസ് പോലല്ലോ. ഓടിക്കോ നമ്മൾ നല്ല സ്പീഡിൽ പോകണം. ആ എങ്ങനെ ആവേശത്തില് വണ്ടി പോണത് വണ്ടിയൊക്കെ നമ്മുടെ വണ്ടി അവർ സെറ്റ് ആക്കി. താങ്ക് യു സാർ. പക്ഷെ ഞാൻ കൊന്നില്ലേ, കുഴപ്പമില്ല. നമ്മളിനി വലിയ പട്ടി ഷോ ഇറക്കാൻ പോണി. പട്ടി ഷോക്കാ ഹൂക്കോ. പട്ടി ഷോ വണ്ടി ഇറക്കാൻ പോണു. നല്ല സ്പീഡ് എല്ലാരും കണ്ടോ? നല്ല സ്പീഡ് പോയിക്കോ മുമ്പിലേക്ക്. കണ്ടു ചേച്ചി കിടച്ചേട്ടാ. അവര് പറഞ്ഞത് വല്ല പണിയല്ലേ, ഞങ്ങൾക്ക് നടക്കണ്ടേ അങ്ങനെ. അപ്പൊ ഞങ്ങളെ വേറെ പണിയൊന്നുമില്ല. അങ്ങനെ വേറെ പണിയില്ലാത്തവന്ന് പറഞ്ഞ പോയവൻ മുമ്പില്ല. ഇവള് മുമ്പില്ല. നമുക്ക് ഫ്രണ്ട് ചെന്നാല് ആളിടണിയ മൊസിംഗേറ്റൊക്കെ റേസിലൊക്കെ ഇങ്ങനെ സ്ലൈഡ് പറഞ്ഞത്. ഈ മോട്ട് മാറ്റാൻ നല്ല സീനാ. വളക്കൻ്റെ കുഴപ്പമില്ല. നീ കോറോടൊന്നും ഇടിച്ചോ? ഇടിച്ചില്ല, പക്ഷെ വീട്ടിലല്ല. കണ്ടോളൂ. എൻ്റെ അമ്മ എന്താ വണ്ടി ഉറക്കത്തെന്താ വണ്ടി റേസ് ചെയ്ത് നോക്കണ്ട. നമുക്ക് സ്റ്റാൻഡിങ് അത് നിൽക്കാം. എനിക്ക് നമ്മൾ ഹെൽമെറ്റ് വന്നു നമുക്ക് ആ വണ്ടിയിൽ പൊട്ടി ഇറക്കാം. നമുക്ക് അടി കേൾക്കാം. അപ്പം അതൊക്കെ ചാടി മതി. കവാസക്കി നിഞ്ച ഉണ്ടല്ലേ സീനാണ് വണ്ടി. വെറുതെ ചാടി മതി. ജസ്റ്റ് വന്നവൻ ജിക്കട്ട് കയറിയിട്ടുണ്ട് കിട്ടാനാ. നമ്മളെ കോളേജിലും പോകുന്ന നേരത്തെ ഉണ്ട്. അപ്പുറത്തെ കയറാം. എവിടെ നിന്ന് വലിയ പൊട്ടി ശ്രമിക്കാം. അപ്പുറത്തെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. അത് സീൻ കേട്ടോ. ഒത്തിരി കാച്ച് അത് നോക്കി പോയി. നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് അതിൽ കയറാം. അതിൽ കയറുമ്പോൾ അയ്യോ നമ്മുടെ അപ്പോൾ കേൾക്കണ്ടെന്നറിയില്ല. ഇപ്പോൾ കേൾക്കണ്ട. അപ്പോൾ നമുക്ക് ഈ വഴി പോവാം ഗേസ്. ഞാൻ എപ്പോഴേലും ഒരു ഈവള്ളൻ്റെ ഗെയിം കളിക്കുന്നതായിരിക്കും. ഈവള്ളാണ് നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഗെയിമാണ് ഈവള്ളാണ്. എൻ്റെ പോയെന്ന് എനിക്കറിയില്ല. കുറേ ഗെയിമുണ്ട്, ഒന്നും അറിയില്ല. ഈവള്ളാണ്ട് പോയണ്ടോ അണ്ണൻ പോയോന്നൊന്നും അറിയില്ല കേട്ടോ. പോവോ ഇല്ല. ഇവിടെ ചാടുമ്പോൾ എന്തായാലും വീഴും ഗൈസ്. ഇല്ല വീഴില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം വീണു ഗൈസ്. നമ്മളിലേക്ക് പോകണം. എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മിണ്ടായിരിക്കുന്നത്.
ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ഞാൻ ഗെയിം കാണിച്ചു കൊടുക്കില്ല ഗേസ് എടുക്കില്ല അവൻ്റെ ഗേസ് സോ ഗിറ്റഡ് ഫ്രം ദ റൂം സെൻറ്റിങ് കോത്താത്തി അതെന്ത് സാധനം ഗേസ് സെൻറ്റിങ് കോത്താത്തി ഗേസ് അപ്പി ഗേസ് ഞങ്ങളുടെ ഉപ്പോട്ട് പൊപ്പിട്ട് ഗേസ് സോ ഗേസ് ദിസ് സെക്കൻഡ് ഡേ ഗേസ് രണ്ടാമത്തെ ദിവസമാണ് ഗേസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടില്ല ബണ്ടിൽ പൂപ്പ് ഗേസ് സോ എനിക്ക് ആ കൂടൊക്കെ ഒന്ന് കഴുകണം കഴുകി അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നു വഴി നേരത്തെ വലിയ ഇതൊക്കെയാണ് പാക്കല്ലേ നമ്മുടെ ജസ്റ്റിസ് വണ്ടി വർക്ക് ചെയ്തെന്നാ വണ്ടി ചില സമയത്ത് ആ ഓ ഓ വണ്ടി സൈഡ് കയറിക്ക ഇത് ഫുൾ മെഗാ റാം ചലഞ്ച് കഴിഞ്ഞാൽ ഇതിലില്ല എനിക്ക് പൈസ വെക്കണോ ഞാൻ പുതിയ ഫോൺ എടുക്കാൻ പോയി വെച്ചാണ് പുതിയ ഫോൺ എടുക്കാൻ പോയി ഈ ഫോണിൽ ക്ലാരിറ്റി ഈ ഫോണിൽ ക്ലാരിറ്റി ഇട്ടില്ല ഞാൻ അവിടെ ചത്തു ഓടുന്ന ചത്തു ഫോണിൽ ക്ലാരിറ്റി ഇട്ടില്ല മറ്റേ ഫോണിൽ വേറെ ഫോൺ കണ്ടിട്ട് രണ്ട് ഫോണാണ് എൻ്റെ കയ്യിലിപ്പോൾ 1,00,000 രൂപയുണ്ട് 1,00,000 ഉണ്ട് ഞാൻ സേവിങ്സ് കേട്ടോ സേവിങ്സ് 1 lakh എടുത്തിട്ടുണ്ട് 1,25,000 ആണെന്ന് തോന്നുന്നു അല്ല 26,000 യെസ് 1,26,000 ഉണ്ട് എനിക്ക് ഐഫോൺ വാങ്ങിച്ചാലോ വേണ്ട ഐഫോൺ എനിക്ക് ഇഷ്ടമല്ല ഐഫോൺ ഒന്നിനും കൊള്ളില്ല എനിക്ക് ഇഷ്ടമല്ല ഐഫോൺ 15 ഞാൻ വേറെ വാങ്ങിക്കാം ഒരു മറ്റേ സാംസങ്ങിൻ്റെ ഒരു ഫോണില്ലേ അത് വാങ്ങിക്കാം അത് കുഴപ്പമില്ല അത് ശരിയില്ല ഞാൻ സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ പുതിയ പീസൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് യൂട്യൂബിൻ്റെ പരിപാടിയൊന്നും കിട്ടിയിട്ടില്ല പീസ് വാങ്ങിക്കണമെങ്കിൽ 1,00,000 രൂപ തന്നെ വേണം പക്ഷെ എനിക്ക് ഇതേക്കുള്ള എനിക്ക് ഫോണാണ് ഫോൺ ഗോൾഡൻ ഉണ്ട് പക്ഷെ ഇതിൽ വലിയ ക്ലാരിറ്റി ഇല്ല ഷേക്ക് പോണ ഷേക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് അവിടെ വരെ ചെന്നതിന് 1,000 രൂപ കിട്ടും നമ്മുടെ എൻ്റെ ഫ്രണ്ട് പറ്റിച്ചത് ഇപ്പോൾ തന്നെ 1,000 രൂപയ്ക്ക് പറ്റിച്ചത് ഞാൻ ഇപ്പോൾ അവിടെ എത്തിയില്ലെങ്കിൽ നേരത്തെ റേസില്ല കേട്ടോ അത് ഞാൻ അതിനോട്ട് കഴിച്ചു ഇപ്പോൾ ഒന്ന് വിളിച്ച് നേരം പ്ലീസ് യെസ് അവിടെ കണ്ടിട്ടാണ് ഏകദേശം എത്താറ് 1,000 രൂപ അടുത്ത നോളോട് 1,000 രൂപ ബെറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ 1,000 രൂപ യെസ് തന്നോ 1,000 രൂപ തന്നോ ബെറ്റ് പറ്റില്ല ബെറ്റ് വെച്ചത് തന്നുണ്ടോ വന്നേ അവൻ്റെ വാങ്ങിച്ചിട്ട് അങ്ങനെ അവൻ്റെ 1,000 രൂപ വാങ്ങിച്ച് ബെറ്റ് പറ്റണല്ലോ പിന്നെന്ത് വെച്ച ബെറ്റിന് പക്ഷെ ഇതെന്ത് എനിക്ക് ദൂരം ഒന്നും മനസ്സിലില്ല ഇവിടെ 100 രൂപ ഞാനെനിക്ക് 500 രൂപ അല്ല 100 രൂപ 100 എടാ കൊച്ചൻ 100 രൂപ അല്ലാണ്ടിരിക്കില്ല പേപ്പർ റോസ്റ്റില്ല എൻ്റെ ഫ്രണ്ട് വീണ്ടും പറ്റിച്ച ഗൈസ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് 100 രൂപ എന്ന് പറഞ്ഞാൽ 200 എനിക്ക് 200 രൂപയുടെ 1,100 രൂപ ഹെഡ്ഫോൺ സാധനം പോലെ ഹെഡ്സെറ്റ് ഫുൾ ചീത്ത ഗൈസ് 1,100 അല്ല 2,300 രൂപയ്ക്ക് വാങ്ങിച്ച ഹെഡ്സെറ്റ് 1,000 സോറി 2,300
300 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. 300 രൂപയ്ക്ക് വാങ്ങിച്ചാണ് അത്. അതൊന്നിനും കൊള്ളൂല്ലോ ഗൈസ്. നിങ്ങൾ ഹെഡ്സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തോ ഇതിനെ വാങ്ങിക്കരുത്, ബോൾട്ടിന് വാങ്ങിക്കണം. ബോൾട്ട് സീനൊന്നും ബോൾട്ട് ഉണ്ടല്ലോ. നിങ്ങൾ ഗെയിമിങ്ങിൻ്റെ ഇത് വാങ്ങിച്ചാൽ മതി. ഞാൻ നോർമൽ ഹെഡ്സെറ്റ് വാങ്ങിച്ചു ഗൈസ്. ഒരു ദിവസം പോലും ഇരുന്നില്ല ഗൈസ്. വെറുതെ വെച്ചു. അത് ഒരു ദിവസം പോലും വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് 24 years ലേറ്റർ കണ്ടെടുക്കുക കഴിഞ്ഞിട്ട് വരാം. 24 years അല്ല, 24 hours. 24 hours കഴിഞ്ഞു. നമ്മളെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഞാൻ ഔഷധി എൻ്റെ അനിയനോടുണ്ട്. അനിയുടെ പോയിട്ട് വെച്ചാൽ നമുക്ക് എൻ്റെ പൈസ എൻ്റെ കസിൻ ചേട്ടനല്ലേ ഗെയിമിങ്ങിൽ BGMI പ്രൊഫഷണലാണ്. എനിക്ക് കസിൻ ചേട്ടൻ ഇത് വാങ്ങിച്ചു കൊടുക്കണം. ഇത് ഗെയിമിങ് കളിക്കുമ്പോൾ ഒരു സാധനമില്ലേ കൺട്രോൾ എന്ത് ഇതിലല്ല, എന്തുവാ TV-അല്ല, മറ്റേതില്ല, ഫോണിൽ തന്നെ ഉണ്ട്. ട്രിഗർ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ട്രിഗറാന്ന് തോന്നുന്നു. അതിനും എനിക്ക് കയ്യിലാണ് സാധനം നല്ലതാണെന്ന് പറയുന്നുണ്ട്. BGMIക്കും ഫ്രീ ഫയറിനൊക്കെ, ഫ്രീ ഫയർ പ്ലേയേഴ്സിനൊക്കെ നല്ലതാണ് സാധനം. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രീ ഫയർ പ്ലെയർ തന്നെയാണ്. പക്ഷെ എനിക്ക് വേണ്ട ആവശ്യമില്ല. കൈ വെച്ച് കളിക്കാൻ തന്നെ ഞാൻ എനിക്ക് വേറെ ഇഷ്ടമല്ല. BGM ഡൗൺലോഡ് ഉണ്ടെന്നുണ്ട്. പക്ഷെ എൻ്റെ കസിൻ ചേട്ടല്ലേ സമ്മതിക്കില്ല. പക്ഷെ എൻ്റെ ഫോൺ തന്നെ, പക്ഷെ അവർ സമ്മതിക്കില്ല. വെറുതെ എന്ത് കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന ഗെയിമല്ലാന്ന് എന്ത് കുഞ്ഞു കുട്ടികൾ കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാനില്ലേ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി കളിക്കുന്നത്. സോ ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടല്ലോ കളിക്കാൻ പാടില്ലെന്ന്. ഫ്രീ ഫയർ ഉണ്ടല്ലോ, ഫ്രീ ഫയറാണ് നമ്മുടെ കിങ്. ന്യൂ അപ്ഡേഷനൊക്കെ വന്നു ഫ്രീ ഫയറിൽ. അപ്ഡേറ്റ് ആയില്ലേ ഫ്രീ ഫയർ ഫുൾ കണ്ടു. സോ കുഴപ്പമില്ല. ഫ്രീ ഫയറിൻ്റെ ഗോൾഡൻ ആയില്ലേ, അത് മതി. അതാണ് ഫ്രീ ഫയർ. ദാറ്റ് ഈസ് ഫ്രീ ഫയർ. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തുള്ളൂ 2-3 ദിവസം മുമ്പ്. ഫ്രീ ഞാൻ നേരത്തെ ഫ്രീ ഫയർ ഫുള്ള് ഡിലീറ്റ് ആക്കി എൻ്റെ മാനിയൻ. ഒന്നിനും കൊള്ളില്ല. കുഞ്ഞു പിള്ളേരെ കളിക്കുന്ന ഗെയിമാണ് പറഞ്ഞിട്ട്. കുഞ്ഞു പിള്ളേരെ കളിക്കുന്ന ഗെയിമാണ്, ഇത്ര വലിയ ചേട്ടന്മാരെ കളിക്കുന്ന ഗെയിമല്ലെന്ന് അവന് എനിക്കിൻ്റെ സുഖം. ഞാൻ പറഞ്ഞത് വലിയ ആൾക്കാർ കളിക്കാന്ന്. എൻ്റെ കസിൻ ചേട്ടൻ വരെ കളിക്കുന്ന ഗെയിമായിരുന്നു. ആ ചേട്ടൻ എന്തുവാ 18 വയസ്സ് അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. 18 പോലും ആയിട്ടില്ല. എത്ര വയസ്സരിയാ വയസ്സ് നമ്മൾക്ക് കയറണം. കയറി ഞാൻ മടുത്തു. മറ്റേ വളരെ ട്രെൻഡില്ലേ എന്തോ കഴിച്ച് മടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കളിച്ച് മടുത്തു. തൂത്തു പണ്ടത്തെ ട്രെൻഡ് എനിക്ക് ഇഷ്ടമല്ല. ആ പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും തൂത്തു എന്ത് തൂല ബാക്കിലോട്ട് സ്പീഡ് ചെന്ന് ചാടിക്കാൻ അപ്പം തന്നെ നിർത്തുക ഗെയിം കളിക്കുന്നത്. എന്താ വെച്ചല്ലേ ഞാൻ അവിടെ തന്നെ കയറി എൻ്റെ പൈസ വന്നു. ഗേസ് ബ്രോ എസ്കേപ്ഡ് ഗേസ്. ഞാനിപ്പോൾ എസ്കേപ്ഡ് ഗേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.